ഹായ് സുഖല്ലേ? എല്ലാവരും മെസ്സേജ് വിടുന്നൊരു വിഷയം എന്താ അറിയോ ഷെരീഫെ? പിന്നെ വെറുതെയും വേണ്ടാത്തിനും ഒക്കെ നീ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ചെയ്യും, എന്നിട്ടും ഫ്ലൈറ്റ് പിടിച്ചു പോയി ഊക്ക് വാങ്ങിയ വീഡിയോ മാത്രം കണ്ടില്ല, എന്താ ചെയ്യാത്തു എന്നുള്ളത്. ഞങ്ങളോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താ അറിയോ, ഇവൻ്റെയൊക്കെ തളപ്പിപ്പടുത്ത് നിൽക്കും. കാരണം എന്താ അറിയോ, ഉമ്മയുള്ളിടത്തോളം കാലം മാത്രമേ ഏതൊരുത്തനും അഹങ്കാരത്തോടെ നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പം അവനക്ക് ഉമ്മാടെ പ്രാർത്ഥന ഇല്ല, ഇനി അവൻ കീപ്പട്ടേ വരുമോ എന്ന് ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ലണ്ടനിൽ പോയ മണ്ടന് കിട്ടിയ ഒരു പണി എന്താണെന്നല്ലേ, ഇവൻ കുറച്ച് ഇസ്രായേൽ ആപ്പും വെച്ചിട്ട് കുറച്ച് കാലമായി കോയാക്കോളെന്നും പറഞ്ഞൊരു പരിപാടിയും കൊണ്ട് നടക്കണു. അതിൽ ആർക്കും വിളിച്ചിട്ട് പറയൂ. അതായത് ഇവൻ തന്നെ ആളുകളെ കൊണ്ട് ഇവൻ വിളിപ്പിക്കുക, എന്നിട്ട് ഇവൻ തന്നെ നിശ്ചയിക്കുന്ന ചോദ്യം അവർ ചോദിക്കുക, എന്നിട്ട് അവൻ സിമ്പിളായിട്ട് ഉത്തരം പറയുക. ഈ കോയക്കാൽ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാനൊന്ന് വിളിക്കാൻ ശ്രമിച്ചതാ, വേറൊരു പേരിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ കിട്ടിയതുമില്ല, ആ കോൾ എടുക്കുന്നുമില്ല, അഥവാ അടിക്കുന്ന സമയത്താണെങ്കിൽ എടുക്കുന്നുമില്ല. അപ്പൊ ഇവന്റെ ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നിട്ട് സകല മുസ്ലിങ്ങളും, ഇന്റർനെറ്റ് വന്ന മുസ്ലിമിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവനാ, അന്ന് ഇന്റർനെറ്റ് ഇല്ല അതുകൊണ്ടാ തെളിയിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞു നിന്നീന്നത്. വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇജാതി ഊക്ക് വേറൊരു മനുഷ്യനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ നുണങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടേ നേരിട്ട് ഫേസ് ടു ഫേസിന് കണ്ടപ്പോഴേ കടന്ന് വരക. അപ്പൊ ഓനക്ക് തർക്കിക്കാനുമില്ല, പറയാനുമില്ല. എനിക്ക് സംഖ്യകളോടാട്ടോ പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ കോയാക്കോള്, മനസ്സിലായോ? നിങ്ങളെ കോയാക്കോളിന്റെ ബിൽഡപ്പ്. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈനോടൊന്ന് നേരിട്ട് മുട്ടാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ? ഇതാണ് നേരിട്ട് മുട്ടിയ. ഇതായിരുന്നു അവന്റെ ആക്ഷൻ. എന്നിട്ട് ഇന്റർനെറ്റ് ഇല്ലാത്ത ഫോണിലോ ഇങ്ങനെ തപ്പുക. 1.5 മണിക്കൂർ തപ്പിയിട്ടും ഓന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഒരു കയ്യിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാ ഓനോട് തിരിച്ചു പറയുന്നുണ്ട്, നീ ചോദിക്കുക ഞാൻ ഉത്തരം പറയാന്ന്. അതും ഓനിക്കില്ല. ഇനി എന്താ സംഖ്യകൾ എനിക്ക് പറയാനുള്ളത്? എന്തായാലും എന്റെ കോയക്കോളും വീഡിയോ ഒക്കെ ഇപ്പൊ തീർന്നിക്കണു. ഇത്രയും കാലം സയൻസിന്റെ ബലത്തിലാണ് കളിച്ചിരുന്നത്. സയൻസ് അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞിട്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ സയൻസിൽ എവിടെയാണ് പിന്നെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായി കടന്ന എന്ത് സംഭവിക്കുന്നോ എന്ത് സംഭവിക്കില്ല എന്നോ സയൻസ് എവിടെയും പറയുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലളിതമായിട്ട് അതിന്റെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവൻ ഈ സയൻസിനെ കാണിച്ചിട്ട് ഖുർആനെ തിരുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോ ഇയാൾ ചോദിക്കുകയാണ്, എനിക്ക് ഇവനോട് 2 മിനിറ്റ് ഞാൻ കൊടുക്കാം. 2 മിനിറ്റ്, വെറും 2 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇവൻ എനിക്കൊന്ന് തരണം, കഴിയുമോ എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഇവൻ പെരും നുണയനുമാണ്, കള്ളനുമാണ് എന്ന് മുഖത്ത് നോക്കി ആ മനുഷ്യൻ പറഞ്ഞപ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിം തന്നെ ഒന്നടങ്ക കൈയടിച്ചു പോയി. കാരണം ഇത്രയും പെരുങ്കള്ളനെ വലിച്ചിട്ട് കീറിയത് കൊണ്ട്. പക്ഷെ ഇവനിക്ക് 2 മിനിറ്റ് എന്നല്ല 2000 മിനിറ്റ് കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഖുർആനിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, അത് ഇവനിക്ക് തെളിയിക്കാനും കഴിയൂല. അത് അവനിക്കും മനസ്സിലായി, അവിടെ ചുറ്റും നിന്നവർക്കും മനസ്സിലായി. അതുകൊണ്ട് എന്തായി, അവനിക്ക് മുങ്ങാനുള്ള തിരക്കായി. എന്തായാലും ആ വീഡിയോസ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കി. He claimed the Quran says you can marry your child, right? I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് എന്താ അറിയോ, ഖുറാനിൽ എവിടെയാണ് സ്വന്തം മോളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ ഒരു വരി ഒന്ന് കാണിച്ചതാ, ഞാൻ നിങ്ങൾക്ക് സമയം തരാം എന്ന്. അപ്പൊ അവൻ ഇന്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഇന്റർനെറ്റിലെ ഫോണും ഇവർ കൊടുക്കാൻ റെഡിയാണ്. ഇന്റർനെറ്റിന്റെ കാലം വന്ന ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞ ആളുകളാ ഇന്റർനെറ്റ് തരണം കൊണ്ട് കിടക്കുകയാണ്. ഇന്റർനെറ്റും കൊടുക്കാന്ന് പറഞ്ഞു. എന്തായാലും ബാക്കി വീഡിയോ ഒന്ന് കേൾക്കാം. Know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also. Yeah. Why are you still looking for it? He's not there. Do you need help? No, I will take it. He's gonna be looking for the verse all day. Okay, you know, when faced with Muslims who study their faith. അതായത് ഖുറാനിൽ എവിടെയാണോ സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ പറ്റുക എന്നുള്ളത് ഇവനൊന്ന് കാണിച്ചു തരട്ടെ. അഥവാ അവനക്ക് അങ്ങനെ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോ, ഇവൻ കാശ് വാങ്ങിയിട്ട് BJPക്ക് ഷൂ നക്കാൻ നടക്കുന്ന വെറും തരികിട മാത്രമാണ്. പച്ചക്കള്ളം പെരും കള്ളനാണെന്നാണ് പറയുന്നത്. അവനോട് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോഴാണ് അവൻ പറയുന്നത്, ശരി ഞാൻ തപ്പുകയാണെന്ന്. തപ്പിക്കോ, കുഴപ്പമില്ല. പിന്നെ അവൻ കുറച്ചു നേരം തപ്പിയിട്ട് പറഞ്ഞു ഇതിൽ ഇന്റർനെറ്റ് ഇല്ലയെന്ന്.
ഇന്റർനെറ്റുള്ള ഫോൺ കൊടുത്തു, അതിനകത്തും തപ്പിയിട്ട് കിട്ടുന്നില്ല. അല്ല, ഫോൺ തന്നെ വേണ്ട, ആ എന്താ പറയുക പല്ലിളിച്ച് മാത്രം ഇങ്ങനെ നിൽക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ പലരും മുമ്പ് പറഞ്ഞിരുന്നത്, എന്ത് സംഖ്യകൾ പാടുന്നതോ സംഖ്യകൾ അറിയുന്നതോ അല്ല ഇസ്ലാം. ആരിഫ് ഹുസൈൻ ചെയ്തിരുന്നത് പണ്ട് ഷൂവാക്കർ ചെയ്ത അതേ പണി തന്നെ, വ്യത്യാസമൊന്നുമില്ല. എന്താ പറയുക, രാജ്യത്തിനെ ആയാലും ശരി സ്വന്തം സമുദായത്തെ ആയാലും ശരി കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന അവൻ തന്നെയാണ് രാജ്യദ്രോഹി, യാതൊരു സംശയവുമില്ല. ആ പണി തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൻ ലണ്ടനിൽ ഇങ്ങനെ സുഖമായിട്ട് നടക്കായിരുന്നു, അറിയാണ്ട് പെട്ടുപോയി ഇവരുടെ കൺമുന്നിൽ. ബാക്കി Zionist, a lame BJP apologist, he's a liar also. Checking the words. Yeah. Stop. Why are you still looking for it? Do you need help? No, I will take it. Let's end it. യൂണിറ്റ് ഹെൽപ്പ് വേണ്ട, ഞാൻ നോക്കിക്കോളാന്ന്. എന്ത് ഓനിക്ക് നിങ്ങളൊന്ന് സഹായം വേണ്ട, ഓൻ തന്നെ നോക്കിക്കോളൂ, ഓൻ തെരയാണ്. അതിനിപ്പോ സഹായിക്കാൻ എന്ത് സഹായമോ ചോദിക്കുക പറ. He's gonna be looking for the verse all day. Okay. They know when faced with Muslims who study their faith, One minute, they 10 have seconds left. nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam. Because I want all Indian Muslims to spread this around India. And ഇന്ന് മുഴുവൻ നോക്കിയാലും ഓനിക്കത് കിട്ടാൻ പോണില്ല. കാരണം ഇപ്പൊ പെരുങ്കള്ളനാണെന്നാ പറയണത്. expose these people, because Zionism makes you so evil that you become a liar and you become completely mindless. There's a reason why you only make noise online. When faced with a Muslim who knows his faith, you have nothing. You have nothing. You have nothing. You have nothing but embarrassment, like you are being embarrassed right now. 30 seconds more. You have nothing. Wait. We've been waiting for 5 minutes now. He doesn't have the ayah. He's pretending that he has something. I know there is no ayah. I know there is no verse in the Quran. Now that is clear. അവനോട് മുഖത്ത് നോക്കി പറ, നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരുന്ന് മാത്രമേ ശബ്ദം ഉയർത്താൻ കഴിയൂ, ഫേസ് ടു ഫേസ് ഒരിക്കലും നിങ്ങൾക്ക് കഴിയൂല. കാരണം എന്താ അറിയോ, നിങ്ങളൊരു കള്ളനാണ്. അതുകൊണ്ട് മിണ്ടുന്നില്ലല്ലോ അവനെ. Wait. Even AI is not helping you. Even AI is not helping you. And Romy and my internet is all the information and all the evidence will be there online. So you're going to cut up the videos and then you 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റായി മറുപടിക്ക്. അത് കിട്ടൂല, കാരണം ഇപ്പം കള്ളനാണെന്ന് വീണ്ടും പറയാം അവന്റെ മുഖത്ത് നോക്കി. My I'll give you phone. internet. So this is how you're going to debate, yeah? Online as well. Going to look on ChatGPT and stuff like that. Like a kid. His friend is telling him, भाग, निकल. वो बोल रहा है उसको निकल भाई, भाग भैया, निकल यहाँ से भैया निकल. Next time, ex-Muslims self-imposed. ഓൻ മുങ്ങാൻ നോക്കുകയാണ്. അപ്പൊ പറയണേ, ഖുർആനിൽ അങ്ങനെ ഒരു വചനമില്ല. ഈ എവിടേക്ക് ഓടണു, ഇജത് കാണിക്ക്, അതിൻ്റെ അടുത്ത് നിന്നെ വല്ല എവിഡൻസ് ഉണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇത്രയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേ ഇരുന്നിരുന്നത് ഓൺലൈനിൽ? അപ്പോൾ ഓന് തിരിച്ച് അവരോട് ചോദിക്കുന്നത്, വാച്ച് മൈ ചാനൽ. അത് മറ്റേ അവരോട് പറയാം. അപ്പോൾ പറയാം, എന്തിനു ഞാൻ ചാനൽ വാച്ച് ചെയ്യണം? നീ ഇവിടെ പറ, ഫേസ് ടു ഫേസ് ഇവിടെ നിന്ന് പറയാം, അതിന് ധൈര്യം ഉണ്ടോ എന്ന്. അതിന് എനിക്ക് പറ്റില്ല. അവൻ്റെ ചാനൽ പോയി കാണാൻ, ചാനൽ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ, എന്തും വിളിച്ച് പറയാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്ന സമയത്ത് ഇവന് മറ്റേ വലിയ എന്തൊക്കെയാണ് സംഭവം, ഇവൻ കാരണം ഇസ്ലാം ഇതാ പൊളിയാൻ പോണു എന്ന തരത്തിലുള്ള മറുപടി ആയിരുന്നു ഞങ്ങൾക്കൊക്കെ ഇതുവരെ കിട്ടിയിരുന്നത്. ഇപ്പം എന്തായി? എവിടെ ഞങ്ങളെ കോയക്കോളിൻ്റെ അഡ്മിനും കോയക്കോളിൻ്റെ മറ്റേ മെമ്പറൊക്കെ ഒന്നും ഇങ്ങോട്ട് വന്ന് കാണ്. ഏറെ പോയത് കണ്ടോ? ഇതിനു മുമ്പ് മറ്റേ ഇസ്രായേലിൽ ആട്ടിയപ്പോൾ പറഞ്ഞു, ഓന് രണ്ടാമത് ചെന്നിട്ട് ദാ ഞാൻ ഇസ്രായേലിൽ തന്നെ ഉണ്ട്, ആരാ എന്നെ ആട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതൊന്നല്ല വിറ്റ്. നമ്മളെ മറ്റേ പാണ്ടിക്കാട് കുണ്ണാനില്ലേ, ഓനിക്ക് വരെ മറ്റേ ഇപ്പം സപ്പോർട്ട് ആയിരുന്നു. എന്തിന്? ഭാരത് മാതാ കി ജയ് എന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ വിളിച്ചു. എന്നിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ പറയും, ഞാൻ ശങ്കിയൽ റീച്ചിന് വേണ്ടി എത്ര വേണമെങ്കിലും തരം താഴാൻ പറ്റുന്ന ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് നമ്മക്കറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഓന് പിന്നെ ഒരു ഭാരത് മാതാക്കി വിളിച്ചു, പട്ടാളക്കാരോട് സംസാരിച്ചു. അതുകൊണ്ട് ഓനെ സംഖ്യയാക്കി, ഓനെ മറ്റേ എന്താ പറയുക മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആളാക്കി എന്ന് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്തിന്? ഈ റീച്ചിന് വേണ്ടിയിട്ട്. പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള ആളാണ്. കാരണം എന്താ അറിയോ, ഈ ചെറിയ എൻ്റെ മക്കളെ വരെ തെറി വിളിക്കുന്നിടത്ത് പോയിട്ട് ലവിൻ്റെയും സ്മൈലിൻ്റെ ഒക്കെ ഹാർട്ട് ഇട്ട ആളാണ്. എന്നാൽ നേരെ മറിച്ച് ഓൻ്റെ കുട്ടീനെ പണ്ട് മറ്റേ എല്ലാവരും പാടെ ചെറിയ കുട്ടീനെ കുറിച്ചിട്ട് അത്രയും മോശമായിട്ട് പറഞ്ഞ സമയത്ത്
ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച ആളാ. അവൻ്റെ വൈഫിനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പരിഹസിച്ചോ, അതിന് ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷെ ആ കുട്ടിനെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത്. കുട്ടികളെ തൊട്ടിട്ടോ കുട്ടികളെ പറഞ്ഞിട്ടോ കളിക്കരുത് എന്ന് പറഞ്ഞ് അവനിക്ക് വേണ്ടി വാദിച്ചതാ. പക്ഷെ എൻ്റെ കുട്ടികളെ മറ്റേ ഒരു പെണ്ണുപിടിയും എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ഇവൻ ഭയങ്കര എന്താ പറയുക ചിരിയും ഹാർട്ടും ഒക്കെ ഇട്ടതാ. അപ്പം ഇവൻ്റെയൊക്കെ മനസ്സ് അത്രയ്ക്കാണ്. റീച്ചിന് വേണ്ടി ഏത് തരം താന്ന പണിയും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ കുഞ്ഞാനെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് കുഞ്ഞാന് വേണ്ടിയിട്ട് ഇവ ഇരുന്ന് പറയാ, ഏത് പാണ്ടിക്കാട് കുഞ്ഞാൻ അവൻ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായി, പിന്നെ അവനെപ്പോൾ സംഖ്യയാക്കി. മമ്മൂട്ടിയും ദുൽഖറും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങി. അത് BJP സർക്കാരാണ് കൊടുത്തത്. അപ്പം മമ്മൂട്ടിയും മറ്റേ ദുൽഖറും ഇനി മുതൽ സംഖ്യയാണ്. അതുപോലെ തന്നെയാണ് RP ഹുസൈനും സംഖ്യയായ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല പിന്നാലെ കമ്പയർ ചെയ്യാൻ വന്നതാ. അതേപോലെ തന്നെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാര്യം. ഓന്റെ പേജിലുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് പാണ്ടിക്കാട് കുഞ്ഞൻ കറങ്ങി നടന്ന് ഈ സൈനികരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളികൾക്ക് അധികം കാണാൻ കിട്ടാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇസ്രായേൽ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ടല്ലോ, ഹൈഫയില് നമ്മളുടെ സൈനികരുടെ ഒരു സ്മൃതി മണ്ഡപം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ട്. ഇപ്പൊ കാർഗിൽ സ്മൃതി മണ്ഡപം ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതുപോലെ വാഗ ബോർഡറിലൊക്കെ പോകുന്ന ആളുകൾ, അപ്പൊ ഇതിൽ കുഞ്ഞാൻ അവിടെ പോയപ്പോ അവിടെ ഈ ഒരു സാധനം കാണുകയാണ് ആദ്യമായിട്ട്. അത് പുള്ളി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ദേശസ്നേഹം ഒരു വല്ലാതെ വരികയും ആ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി 2 വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഭാരതമാതയ്ക്ക് ചെയ്ത് വിളിച്ചത് പാണ്ടിക്കാട് കുഞ്ഞനായിപ്പോയി. അത് പ്രശ്നമായി. പുള്ളീനെ എല്ലാവരും കൂടി സംഖ്യയാക്കി. അപ്പോഴാണ് പുള്ളിക്ക് ഇത് മനസ്സിലാവുന്നത്. അപ്പൊ പുള്ളി അതിനെതിരെ വീഡിയോ ചെയ്ത്, വീഡിയോ ചെയ്തോടുകൂടി പിന്നെ ഇപ്പൊ എന്താ സംഗതി, പുള്ളീനെ എല്ലാവരും ഏറ്റെടുത്തു. അതായത് മുസ്ലിങ്ങള്, ഇയാളെ എതിർക്കുന്ന മുസ്ലിങ്ങളും സംഘിച്ചാപ്പ അടിക്കുന്ന ആളുകളും ഇടതും ഈ പറയുന്ന വോക്കുകളും പിന്നെ കുറെ തീവ്ര മുസ്ലിങ്ങളും. ഒരുപാട് മുസ്ലിങ്ങൾ വന്നിട്ട് ഭാരത് മാതാ കി ജയ് അവര് തന്നെ പറയാണ്. അത് നല്ലൊരു കാര്യമല്ലേ. അത് പാണ്ടിക്കാട് കുഞ്ഞാനെ രക്ഷിക്കാൻ വന്ന ആളാ. പാണ്ടിക്കാട് കുഞ്ഞാനെ അതിർത്തിയിലെത്തിയപ്പോ കുറച്ച് ദേശസ്നേഹം കൂടി. അതുകൊണ്ട് പുള്ളിക്കാരൻ പിന്നെ ഭാരത് മാതാക്കെ വിളിച്ചു. അതിനെതിരെ ഒരുപാട് ആളുകൾ ഇറങ്ങി, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. ആരോടോ ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹം വേണം ഒരു മനുഷ്യന് ദീന് പൂർത്തീകരിക്കാനെന്ന് പറഞ്ഞതാ, പഠിപ്പിക്കുന്നതാ. അതറിയോ എനിക്ക്? അല്ലാതെ എൻ്റെ മാതിരി മറ്റേ കുട്ടികളുടെ കൂടെ കിടക്കുക, ഉമ്മയുടെ കൂടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മറ്റേ കോണ്ടന്റും കൊണ്ട് കാശുണ്ടാക്കി നടക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് ഓൻ്റെ മഹിമയൊന്നും ഇവിടെ പറയണ്ട. ഓനെ എന്താണ് ഏതാണെന്നുള്ളത് മലയാളികൾക്ക് അറിയാം. എൻ്റെ കാര്യം നോക്കിയാൽ മതി. എന്തായാലും ലണ്ടനിൽ പോയ മണ്ട മാറി തൂറിയില്ലേ, സന്തോഷമായി. ഇങ്ങനെയും ഇതിനും വേണൊരു യോഗം, പ്ലേറ്റ് പിടിച്ചു പോയി ഇജാതി ഊക്ക് വാങ്ങാൻ. വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. പൊന്നാര ഹാർപ്പിക്കേ ഇവ അടിക്കടിക്ക് പറയുന്നുണ്ടല്ലോ. അയാൾ തന്നെ അതിൽ പറയുന്നുണ്ട്. ഞാൻ ഒക്കെ കാണിക്കണ്ടേ വിചാരിച്ചിട്ടാ. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു വാക്ക്, ഇവൻ എന്തുകൊണ്ടാണ് നേരിട്ട് വരാത്ത, എന്തുകൊണ്ടാണ് നമ്മളെ സംവാദത്തിന് ഇവനെ വിളിക്കും. സോഷ്യൽ മീഡിയ കൂടെ ഭയങ്കര വെല്ലുവിളിയാ. വരൂ ഞാൻ തെളിയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയാ. പിന്നെ ഫോൺ കൊടുക്കൂല, പരിസരത്തേക്കും വരൂല. ആ ഓന് ഇപ്പം അറിയാണ്ട് വന്ന് പെട്ടപ്പോൾ അയാളതൊക്കെ പച്ചക്ക് മുഖത്ത് നോക്കി ചോദിച്ചു. എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. ഞാൻ ഈ നേരമില്ലാത്ത നേരത്തും ഈ വീഡിയോ ചെയ്തത് എന്തുകൊണ്ടറിയോ? ഇതങ്ങനെ മിസ് ചെയ്യാൻ പറ്റിയ വീഡിയോ അല്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.